ഇന്ന് ഫുഡിൻ്റെ പേരിൽ അനുമോളും അവിടെ വീട്ടിലുള്ള എല്ലാവരും തമ്മിൽ പ്രശ്നമുണ്ടായ സമയത്ത് അനുമോൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് അവിടെ വന്നത് അനീഷാണ്. സാബുമാന് കറി കൊടുത്തത് കുറഞ്ഞു പോയി എന്നതാണ് സാബുമാൻ ഉന്നയിച്ച പ്രശ്നം. അവിടെ നിന്നാണ് ഈ ഒരു പ്രശ്നം വളരെ വലുതായിട്ട് ഒരു കിച്ചണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായത്. അപ്പോൾ അനീഷ് പറയുന്നത് സാബുമാൻ ആവശ്യത്തിലധികം കറി കിട്ടിയിട്ടുണ്ട് എന്നതാണ് അനീഷ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനുമോൾ കറി കുറച്ചതായിട്ട് കൊടുത്തതായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അനുമോളുടെ കൂടെ നിന്ന് അവിടെ വീട്ടുകാർക്ക് എല്ലാവർക്കും എതിരെ വാദിക്കുകയാണ് അനീഷ്. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വലായിട്ടല്ല കൊടുത്തത്. സാബുമോന് നല്ല പോലെ കറി കിട്ടി എന്നാണ് അനീഷ് പറഞ്ഞത്. ഈ നല്ല പോലെ എന്ന് പറയുന്നത് ഒരു അളവല്ല. അവിടെ ബാക്കി ഉള്ളവർക്ക് എത്ര കൊടുത്തോ അത്രയും തന്നെ അളവിൽ സാബുമോന് കൊടുക്കുക എന്നതാണ് കൃത്യം. സാബുമാൻ ചോറ് വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ്. അപ്പം സാബുമാന് അതിനനുസരിച്ചുള്ള കറിയാണ് അനുമോൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ കറി അവിടെ എല്ലാവർക്കും ഈക്വലി അവകാശപ്പെട്ടതല്ല. ഈക്വലി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കണം. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക, ഇനി അത് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ അവിടെ അനുമോൾക്ക് അവകാശമില്ല. അതാണ് അനുമോൾ ലംഘിച്ച് ഞാൻ തരില്ല, ഇത് ഇവിടെ ബാക്കി മിച്ചം ചോറ് ഇരിപ്പുണ്ട്, അത് എടുക്കുന്നവർക്കാണ് ഈ കറി കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനുമോൾ അവിടെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സാബുവിന് നല്ലപോലെ കറി കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ കിട്ടിയോ എന്നതാണ് നോക്കേണ്ടിയിരുന്നത്. പക്ഷേ അനുമോൾ സപ്പോർട്ടുമായിട്ട് അനീഷ് വന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളിത് ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.